തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹത്ത് മുക്കോലയ്ക്കലാണ് മാരിയപ്പനും ഭാര്യ കണിയമ്മാളും ഇവരുടെ 2 ആൺമക്കളും താമസിച്ചിരുന്നത്. മാരിയപ്പനും കണിയമ്മാളും തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയവരാണ്. മാരിയപ്പൻ 55 വയസ്സും കണിയമ്മാളിന് 45 വയസ്സുമാണ് പ്രായം. കണിയമ്മാളുമായിട്ട് നല്ല പ്രായവ്യത്യാസമുണ്ട് മാരിയപ്പന്. ശ്രീവരാഹത്തെ മോഹനൻ്റെ വീട്ടിലാണ് ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. മോഹനൻ താഴത്തെ നിലയിലും ഈ കുടുംബം മേളത്തെ നിലയിലുമാണ്. 2 ആൺമക്കളും പിസ്സ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുകയാണ്. മാരിയപ്പൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ ഇയാൾ ആക്രി സാധനങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ആക്രി സാധനങ്ങൾ മറിച്ച് വിൽക്കുന്ന ബിസിനസ്സാണ് മാരിയപ്പന്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. മാരിയപ്പൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ സവിശേഷതകളുള്ള ഒരു സ്വഭാവമാണ് ഇയാളുടേത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന സമയം മുതൽ ഇയാളുടെ വേഷവിധാനം തന്നെ ഒരു മലയാളിയുടേതാണ്. എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല ഒരുങ്ങി വെള്ളയും ഒക്കെ ഇട്ടേ മാരിയപ്പനെ ആർക്കും കാണാൻ കഴിയും. ഇയാൾ ADMK പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുമാണ്. എന്നിരുന്നാലും അധികം ആരോടും ലോഹ്യം പറയാനോ ചങ്ങാത്തം കൂടാനോ ഒന്നും പോകില്ല. മാരിയപ്പൻ്റെ ലോകം എന്ന് പറയുന്നത് മുഴുവൻ കണിയമ്മാളാണ്. മക്കളൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാര്യയെ സ്നേഹിക്കുന്ന ഇങ്ങനൊരു ഭർത്താവിനെ കാണാൻ പോലും ഇന്നത്തെ കാലത്ത് കിട്ടില്ല. അത്രയ്ക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ജീവനാണ്. ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാര്യയെ ഇടയ്ക്ക് ഓർമ്മ വരും. അപ്പോൾ തന്നെ ആ ജോലി അവിടെ ഇട്ടിട്ട് ഇയാൾ ഓടി ഭാര്യയുടെ അടുത്തേക്ക് വരും. ഭാര്യ ഒറ്റയ്ക്കല്ലേ വീട്ടിലിരിക്കുന്നത്. എന്തൊക്കെ ചെയ്തു കൊടുത്താലും ശരി തന്നെ മാരിയപ്പൻ്റെ ഭാര്യ കണിയമ്മാളിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ വീർത്ത് കെട്ടി ഒരു സന്തോഷവും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. മാരിയപ്പൻ്റെ ഭാര്യയോടുള്ള ഈ കടുത്ത സ്നേഹത്തിൽ പരിസരത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അസൂയയാണ്. എന്നാൽ കണിയമ്മാളുടെ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നതാണ് എല്ലാവർക്കും മനസ്സിലാവാത്തൊരു കാര്യം. ഭാര്യയെ സന്തോഷിപ്പിച്ച് അവളൊന്ന് ചിരിച്ചു കാണാൻ വേണ്ടി പാവം മാരിയപ്പൻ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരുന്നു. ഒരു രക്ഷയുമില്ല. ഈ സ്ത്രീയുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്ന് ആർക്കും അറിയില്ല. മക്കളാണെങ്കിൽ പല തവണ ചോദിച്ചു, അച്ഛൻ ഇത്രയും നന്നായിട്ട് അമ്മയെ നോക്കുന്നില്ലേ, എന്നിട്ടും അമ്മയ്ക്ക് എന്തൊരു സന്തോഷമില്ലാത്തതെന്ന്. കണിയമ്മാൾക്ക് ഉത്തരവില്ല. അങ്ങനെ പോകവെയാണ് ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് പിസ്സ ഔട്ട്ലെറ്റിലെ ജോലി കഴിഞ്ഞ് വീടെത്തിയ ഇളയ മകനായ മണികണ്ഠൻ അകത്തെ കണിയമ്മാളുടെ ബെഡ്റൂമിലെ ജനല് വഴി ആ കാഴ്ച കാണുന്നത്. അതായത് ഈ അച്ഛനമ്മമാരുടെ ബെഡ്റൂമിലെ ജനല് വഴി ആ പയ്യൻ ഒരു കാഴ്ച കാണുകയാണ്. മണികണ്ഠൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. എന്താണ് ആ പയ്യൻ അവിടെ കണ്ട ആ കാഴ്ച? എന്തായിരിക്കും ആ ബെഡ്റൂമിൽ സംഭവിച്ചിരിക്കുന്നത്? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മാരിയപ്പൻ ഈ കണിയമ്മാളെ അവരുടെ നല്ല ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചതാണ്. ഇവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല സൗന്ദര്യത്തിലും ആ വ്യത്യാസമുണ്ട്. മാരിയപ്പൻ കറുപ്പും കണിയമ്മാൾ നല്ല വെളുത്ത ഒരു സുന്ദരിയുമാണ്. കറുപ്പാണെങ്കിലും നല്ല ആരോഗ്യവും ഒക്കെയുണ്ട് മാരിയപ്പന്. പക്ഷേ ഭാര്യയുടെ അത്ര നിറം പോരാ, സൗന്ദര്യം പോരാ, ഇങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ഇയാൾക്കുണ്ടായിരുന്നു. ആ കോംപ്ലക്സ് അയാളെ തികഞ്ഞ ഒരു സംശയരോഗിയാക്കി മാറ്റി. നമ്മുടെ ശ്രീനിവാസനും പാർവതിയും അഭിനയിച്ച വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിനെ വെല്ലുന്ന ഒരു ക്യാരക്ടറായി മാറിയ ആളാണ് ഈ മാരിയപ്പൻ. തൂത്തുക്കുടിയിൽ താമസിക്കുന്ന സമയത്ത് അടുത്തൊക്കെ ഇവരുടെ 2 പേരുടെയും ബന്ധുക്കളുണ്ടായിരുന്നു. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരികയും കണിയമ്മാളും അവരൊക്കെ ആയിട്ട് നല്ല ക്ലോസ് ആയിട്ട് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇയാൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങി എല്ലാവരെയും മാരിയപ്പൻ ഈ ഒരൊറ്റ സംശയം കാരണം വെറുപ്പിക്കുകയാണ്. അതിനുശേഷം ആരും തിരിഞ്ഞു പോലും നോക്കാത്ത ദൂരത്തിലേക്ക് അയാൾ ഭാര്യയും കൊണ്ട് ഓടി. ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് കേരളത്തിലാണ്. ശ്രീവരാഹത്ത് താമസിക്കാൻ വന്നതോടെയാണ് ബന്ധുക്കൾ വരില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു സമാധാനം അയാൾക്ക് കിട്ടിയത്. എന്നാൽ ഇവിടെയും അയാൾക്ക് അത്ര സമാധാനമൊന്നും പിന്നെ കിട്ടുന്നില്ല. എല്ലാവരെയും അയാൾക്ക് സംശയമാണ്. ഇവിടെയും കണിയമ്മാൾ ആരോടെങ്കിലും ഒന്ന് മിണ്ടുകയോ ചിരിക്കുകയോ ചെയ്താൽ മതി മാരിയപ്പൻ്റെ വിധവും മാറും. പിന്നെ വഴക്കായി, ചോദ്യം ചെയ്യലായി, ഇതിനെല്ലാം പുറമെ ആ സ്ത്രീയെ കണക്കില്ലാതെ മർദ്ദിക്കലുമാണ്.
കണിയമ്മാളെ പറ്റി പറയുകയാണെങ്കിൽ ആ പരിസരത്തുള്ള എല്ലാവർക്കും ഈ സ്ത്രീയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് ആ സ്ത്രീക്ക്. പക്ഷേ ഈ സ്ത്രീ അങ്ങനെ പുറത്തിറങ്ങുന്നത് ആരും അധികം കാണാറില്ല. അഥവാ മുറ്റം തൂക്കാനോ തുണി വിരിക്കാനോ ഇവരൊന്ന് ഇറങ്ങിയാൽ തൊട്ടു പിന്നാലെ മാരിയപ്പൻ ഇവർക്ക് ചുറ്റും ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കും. ഭാര്യയെ സംശയിച്ച് ജോലിക്ക് പോലും പോകാതെ ഇയാൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ജോലിക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാരിയപ്പന് കണിയമ്മാളിനെ ഓർമ്മ വരുന്നത്. അവളിപ്പോൾ വീട്ടിൽ എന്ത് ചെയ്യുകയായിരിക്കും? ആരോടെങ്കിലും സംസാരിക്കുന്നുവോ, ശൃംഗരിക്കുന്നുവോ, പുറത്തിറങ്ങി ഇനി ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്നെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുവോ? ഇങ്ങനത്തെ 1000 സംശയങ്ങൾ ഇയാളുടെ ഉള്ളിലേക്ക് കടന്നു വരും. പിന്നെ ഒരു നിമിഷം മാരിയപ്പൻ അവിടെ നിൽക്കില്ല, നേരെ ഓടും വീട്ടിലേക്ക്. ഭാര്യയെ കണ്ടാലേ അയാൾക്ക് സമാധാനമുള്ളൂ. എന്നാലും അവരോട് ഒരു 100 ചോദ്യങ്ങൾ ഇയാൾ ചോദിക്കും. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാരിയപ്പൻ്റെ സകല കണക്ക് കൂട്ടലും തെറ്റിച്ചുകൊണ്ട് തൂത്തുക്കുടിയിൽ നിന്നും കണിയമ്മാളിൻ്റെ ഒരു ബന്ധു മാരിയപ്പൻ ഉള്ളപ്പോൾ തന്നെ ആ വീട്ടിലെത്തുകയാണ്. അയാൾ വന്നു പോയ ശേഷം വിളിച്ചു വരുത്തിയതാണോ നീ അവനെ എന്നും ചോദിച്ച് അന്നും കിട്ടിയ ആ സ്ത്രീക്ക് അടിയും തൊഴിയും. കണിയമ്മാൾ മക്കളോടും അയൽപക്കക്കാരോടും ആരോടും തൻ്റെ ഈ ഒരു അവസ്ഥ പറയാനേ പോയില്ല. ഭർത്താവിൻ്റെ ഈ ഒരു മാനസിക രോഗമാണ് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നും കണിയമ്മാളിന് അറിയാം. അതുകൊണ്ട് തന്നെ രോഗിയായ ആ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുകയാണ്. ആ ഏരിയയിലെ കുടുംബശ്രീക്ക് കണിയമ്മാൾ ചേരട്ടെ എന്ന് മാരിയപ്പനോട് ചോദിക്കുന്നു. അപ്പോൾ മാരിയപ്പന് അത് സ്ത്രീകൾ മാത്രം ഉള്ളത് കൊണ്ട് അയാളങ്ങ് സമ്മതിച്ചു. കണിയമ്മാളിന് ആശ്വാസമായി. അങ്ങനെയെങ്കിലും ആ ഒരു ദിവസം പുറത്തിറങ്ങുകയും 10 ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ മാരിയപ്പൻ അത്ര മണ്ടനൊന്നുമല്ല. അയാൾ വീട്ടിൽ നിന്നും ഭാര്യയെ സ്കൂളിൽ കൊണ്ടാക്കും പോലെയാണ് കുടുംബശ്രീക്ക് കൊണ്ടാക്കുന്നത്. എന്നിട്ട് ആ കുടുംബശ്രീ കൂടുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് ഇയാൾ റോഡിലിങ്ങനെ ഭാര്യയും കാത്ത് കുറ്റിയടിച്ച് നിൽക്കും. ഈ വിധ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കണിയമ്മാളിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ മ്ലാനമായിരിക്കും. ഒരു ദിവസം കുടുംബശ്രീയിലെ ഒരു സ്ത്രീ തക്കം കിട്ടിയപ്പോൾ ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ മുഖം എന്താണ് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താണ് പ്രശ്നം? നിങ്ങളെ പൊന്നു പോലെയല്ലേ അയാൾ നോക്കുന്നത് എന്ന്. ആരോടും തൻ്റെ ദുഃഖങ്ങളൊന്നും പറയാതെ എല്ലാം നെഞ്ചിലൊതുക്കി നടന്ന ആ സ്ത്രീ ഈ ചോദ്യം കേട്ടപ്പോൾ അവരുടെ കൈവിട്ട് പോവുകയാണ്. അവർ തൻ്റെ ജീവിതത്തിൽ ആ വേദനയുടെ കാരണം തൻ്റെ ഭർത്താവാണെന്നും അയാൾ തന്നോട് ചെയ്യുന്ന ക്രൂരതകൾ ഇതൊക്കെയാണെന്നൊക്കെ ഈ സ്ത്രീയോട് തുറന്നു പറഞ്ഞു. പിന്നെ ആ വാർത്ത ആ ഏരിയ മുഴുവൻ നിറഞ്ഞു. മാരിയപ്പനെ പറ്റിയുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടും എല്ലാം ആരാധനയും ഒക്കെ മാറുകയാണ്. കണിയമ്മാളിനോട് അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു കുശുമ്പുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിൽ. ആ കുശുമ്പും എല്ലാം മാറി ഇയാളുടെ ഈ സ്വഭാവം അറിഞ്ഞതോടെ. അവരവരുടെ ഭർത്താക്കന്മാരോട് മാരിയപ്പനെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഇയാളെ കാണുമ്പോഴേ പിന്നെ ഭയമായിരുന്നു. കുടുംബശ്രീക്ക് കണിയമ്മാളെ കൊണ്ടുപോകും വഴി നോക്കുന്നവരോടും അവരോട് മിണ്ടുന്നവരോടും ഒക്കെ ഇയാൾ വഴക്ക് കൂടാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഈ സ്ത്രീയെ കാണുമ്പോഴേ അവിടുത്തെ ചില ആണുങ്ങളൊക്കെ അങ്ങ് വഴിമാറിപ്പോകും. കാരണം നമ്മൾ നോക്കിയെന്നും പറഞ്ഞ് ആ സ്ത്രീക്ക് എന്തിന് വെറുതെ അടി കിട്ടണം എന്ന് കരുതി ആ സ്ത്രീക്ക് അടി വാങ്ങി കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് പലരും ഇവരെ കാണുമ്പോൾ മുഖം തിരിഞ്ഞങ്ങ് പോകുന്നത്. പക്ഷേ മാരിയപ്പൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ മാരിയപ്പനെ പേടിച്ചാണ് എല്ലാവരും തിരിഞ്ഞു പോകുന്നതെന്നാണ്. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച കുടുംബശ്രീ കഴിഞ്ഞ് വരും വഴി അയൽപക്കത്തുള്ള ഒരു വൃദ്ധൻ കണിയമ്മാളിനെ കണ്ട് കുശലം ചോദിക്കുകയാണ്. തീർന്നു. ആ വൃദ്ധനോടും മാരിയപ്പൻ വഴക്കൂടി. വീട്ടിൽ കൊണ്ടിട്ട് കണിയമ്മാളെയും കണക്കിന് മർദ്ദിച്ചു. ആ ബഹളം അന്ന് ഹൗസ് ഓണറായ മോഹനനും കേട്ടിരുന്നു. ഒടുവിൽ അയാളുടെ ഈ രോഗം ചികിത്സിക്കാനായിട്ട് റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ്. അവരെല്ലാവരും കൂടി മാരിയപ്പനെ വന്ന് കണ്ടു. ഇത് ഒരുതരം മാനസിക രോഗമാണെന്നും ഇത് ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ എന്നുമൊക്കെ വന്നവർ പറഞ്ഞു. കൂട്ടത്തിൽ ഹൗസ് ഓണർ മോഹനും ഉണ്ടായിരുന്നു. മാരിയപ്പൻ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അവരോട് വളരെ മാന്യമായിട്ട് തന്നെ സംസാരിച്ചു. അയാൾ പറഞ്ഞത്, ഇത് നിങ്ങൾ വിചാരിക്കും പോലുള്ള പ്രശ്നമൊന്നുമല്ല ഞങ്ങൾക്കിടയിൽ. ഭാര്യയായ കണിയമ്മാളിനാണ് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതെന്നാണ് മാരിയപ്പൻ അവരോട് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ സ്ത്രീ അവിടെ നിൽക്കുകയാണ്. അവരൊന്നും മിണ്ടിയില്ല. ഇതോടെ നാട്ടുകാർ ഇയാളെ നന്നാക്കാനുള്ള ശ്രമം അങ്ങ് നിർത്തി. എന്നാൽ അതിന് ശിക്ഷ ഏറ്റുവാങ്ങിയത് മുഴുവൻ പിന്നെ കണിയമ്മാളായിരുന്നു.
ഹൗസ് ഓണറോട് കണിയമ്മാൾ സംസാരിക്കുകയും അയാൾ പറഞ്ഞിട്ടാണ് ഈ റെസിഡൻസ് അസോസിയേഷൻകാർ വന്നതെന്നും പറഞ്ഞായിരുന്നു മർദ്ദനം. ആ മർദ്ദനത്തിൽ ആ സ്ത്രീക്ക് അത്യാവശ്യം പരിക്കുകളും പറ്റി. ഈ ബഹളം കേട്ടതോടെ മോഹനൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഈ കുടുംബത്തിനെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ ആളിന് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീടൊഴിയാൻ പറയണമെന്ന് മോഹനൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മോഹനൻ ആ കാര്യം മാരിയപ്പനോട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് വീടൊഴിഞ്ഞ് തരണമെന്ന്. അയാൾ അതിന് 3 മാസത്തെ സമയം ചോദിക്കുകയാണ്. മോഹനൻ അത് സമ്മതിക്കുകയും ചെയ്തു. 3 മാസത്തെ കാലാവധി വാങ്ങി ഇവർ വീണ്ടും അവിടെ താമസിക്കുകയാണ്. ഇതിനിടയിൽ ഇവരുടെ 2 ആൺമക്കളും ഈ ഒരുപാട് അടിയും തൊഴിയൊക്കെ അമ്മ ഇങ്ങനെ ഏറ്റുവാങ്ങുന്നത് കണ്ട് അമ്മയോട് സംശയരോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് നമുക്ക് തൂത്തുക്കുടിയിൽ നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് പോയി താമസിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീക്ക് അതിനുള്ള മനസ്സ് തോന്നിയില്ല. നിരന്തര മർദ്ദനം ഏറ്റുവാങ്ങിയ കണിയമ്മാൾ മാരിയപ്പനോട് പിന്നെ മിണ്ടാതെയായി. മക്കളും ഇയാളോട് പിന്നെ സംസാരിക്കാതെയായി. അവർക്കിടയിൽ നല്ലൊരു പിണക്കം വരികയാണ്. മാരിയപ്പൻ പല ശ്രമങ്ങളും നടത്തുകയാണ് ഭാര്യയുടെ പിണക്കം മാറ്റാൻ. പക്ഷേ ഒന്നിലും കണിയമ്മാൾ വീണില്ല. ഒടുവിൽ മാരിയപ്പൻ്റെ തലയിൽ ഒരു ബുദ്ധി തോന്നി. ഭാര്യയെ പുറത്തുപോലും ഇറക്കാത്ത അയാൾ ഭാര്യയോട് വന്ന് ഒരു ദിവസം പറയുകയാണ്, നിൻ്റെ വിഷമം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനി നിന്നെ സംശയിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യില്ല. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി. അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവും പിണക്കവും നമുക്കിടയിൽ ഉണ്ടാവരുത്. നമുക്ക് 2 പേർക്കും കൂടി ഇന്ന് രാത്രി ഒരു സിനിമ കാണാൻ പോകാം. ഇവിടെ തിയേറ്ററിൽ വിക്രത്തിൻ്റെ ആമി 2 ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് പോയി കാണാം. ഇത്രയും കേട്ടിട്ടും കണിയമ്മാൾക്ക് ഒരു വിശ്വാസം അയാളോട് തോന്നിയില്ല. മാരിയപ്പൻ കാല് പിടിക്കും പോലെ പറഞ്ഞ് കണിയമ്മാളെ ഒടുവിൽ പാട്ടിലാക്കി. ഭർത്താവിന് മാനസാന്തരം വന്ന് കാണും എന്ന് കരുതി കണിയമ്മാൾ അയാൾക്കൊപ്പം സിനിമ കാണാൻ പോവുകയാണ്. സിനിമ കാണാൻ സന്തോഷവതിയായിട്ട് ഭർത്താവിനൊപ്പം തിയേറ്ററിലെത്തി. സിനിമയൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരാൾ കണിയമ്മാളെ എന്ന് പുറകെ വിളിക്കുന്നത്. കണിയമ്മാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തൂത്തുക്കുടിയിലെ ഒരു അയൽവക്കക്കാരനും ഭാര്യയാണ് വിളിച്ചത്. നാട്ടുകാരനെയും ഭാര്യയെയും കണ്ട സന്തോഷത്തിൽ കണിയമ്മാൾ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. മാരിയപ്പൻ്റെ അസുഖം വീണ്ടും തലപൊക്കി. സംസാരത്തിന് ശേഷം ശരി നമുക്ക് പിന്നെ കാണാം, ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞ് ആ നാട്ടുകാരനും ഭാര്യയും പോയി. മാരിയപ്പൻ്റെ സ്വഭാവമേ അങ്ങ് മാറി. വളരെ ദേഷ്യത്തോടെ അവിടെ വെച്ച് അയാൾ കണിയമ്മാളിനോട് കണ്ണിക്കണ്ടവരോടൊക്കെ എന്തിനു സംസാരിക്കുന്നുവെന്ന് ചൂടായി. അത് നമ്മുടെ നാട്ടുകാരനല്ലേ, അതിനെന്താ കുഴപ്പം എന്നായി കണിയമ്മാൾ. മാരിയപ്പൻ ഒന്നും മിണ്ടിയില്ല. അയാൾ വീട്ടിൽ ചെന്നിട്ട് ശരിയാക്കാം എന്ന മട്ടിൽ മനസ്സിൽ അതൊക്കെ ഉറപ്പിച്ച് ഭാര്യയും കൊണ്ട് വീട്ടിലെത്തി. ഈ സമയം ഇവരുടെ 2 ആൺമക്കളും പിസ്സ ഔട്ട്ലെറ്റിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. ഇനി വെളുപ്പിനെ അവർ വീടെത്തും. കണിയമ്മാൾ വരുന്ന വഴിയെ തൻ്റെ ഭർത്താവ് ഒരിക്കലും ഇനി ശരിയാവാനും പോണില്ല, അയാൾക്ക് വീണ്ടും അസുഖം തുടങ്ങി, അയാൾ വീട്ടിലിപ്പോൾ ചെന്ന് കയറിയാൽ അടിയും വഴക്കും തുടങ്ങും എന്നൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരികയാണ്. വീടെത്തിയിട്ടും കണിയമ്മാൾ ചിന്തിച്ച പോലെ ഒന്നും നടന്നില്ല. ഒരക്ഷരം പോലും അയാൾ മിണ്ടിയില്ല. നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി. ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട എന്നു മാത്രം അയാൾ ഭാര്യയോട് പറഞ്ഞു. കണിയമ്മാൾ ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. കുളിമുറി ചെന്നിട്ടും അയാളുടെ ചിന്ത മുഴുവൻ ഈ നാട്ടുകാരനെ പറ്റിയും അയാൾ ഈ പോകാൻ നേരം പറഞ്ഞ അവസാന ഡയലോഗും ഒക്കെയാണ്. ശരി പിന്നെ കാണാം, ഒരു ദിവസം വീട്ടിലോട്ട് വരാമെന്ന്. അതിനർത്ഥം ഇവളുമായിട്ട് ഇതിനു മുൻപും സംസാരവും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ അവൻ പിന്നെ കാണാമെന്നും വീട്ടിൽ വരാമെന്നും ഒക്കെ പറഞ്ഞത്. അവൾക്ക് തന്നെ വേണ്ട, അന്യ പുരുഷന്മാരെ മതി എന്നൊരു ചിന്ത ഈ മാരിയപ്പൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ഒക്കെ ഇങ്ങനെ കൂട്ടുകയാണ്. അയാൾ കുളിച്ച ശേഷം റൂമിന് വെളിയിലോട്ട് വന്നു നോക്കുമ്പോൾ കാണുന്നത് ഭാര്യ സുഖ ഉറക്കം. അയാൾ അടുത്തു പോയി കിടന്നു പതുക്കെ. പക്ഷെ അയാൾക്ക് ഉറക്കമേ വരുന്നില്ല. ചിന്തകൾ അയാളെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അയാൾ എഴുന്നേറ്റ് ഉറങ്ങിക്കിടന്ന കണിയമ്മാളെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. എന്നെ പറ്റിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു അല്ലേ എന്നൊരു ഭാവം. പിന്നെ താമസിച്ചില്ല, അയാൾ മറ്റൊരു മുറിയിൽ വച്ചിരുന്ന ഒരു ഇരുമ്പ് കമ്പി വടി എടുത്തുകൊണ്ട് വരികയാണ്. ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്ന ആ പാവ സ്ത്രീയുടെ തല നോക്കി ഒരൊറ്റ അടിയാണ്. അടിയേറ്റതോടെ കണിയമ്മാൾ ഞെട്ടി ഉണർന്നു. ഒന്ന് ശബ്ദിക്കാൻ പോലും ആ സ്ത്രീക്ക് സമയം കൊടുക്കാതെ അയാൾ തുരുതുര തലയിൽ തന്നെ അടിച്ചു. തല പൊട്ടിയതോടെ കണിയമ്മാളുടെ ബോധം പോയി. മരിച്ചില്ല, ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയ മാരിയപ്പൻ, അയാൾക്ക് കലി അടക്കാൻ കഴിഞ്ഞില്ല. അയാൾ നേരെ പോയത് അടുക്കളയിലാണ്.
അവിടെ ഇരുന്ന മൂർച്ചയേറിയ കറുക്കത്തി എടുത്തുകൊണ്ടുവന്ന് ഒരു മനസാക്ഷിയുമില്ലാതെ ആ സംശയരോഗി ചെയ്തത് ആ സ്ത്രീയുടെ കഴുത്തറക്കുകയാണ്. പാതി ഭാഗം വരെ കഴുത്തറത്തു. ശേഷം ആ മുറിയിൽ വീണ ചോര മുഴുവൻ ഇയാൾ തുടച്ചു നീക്കി. ഒന്നുകൂടി പോയി കുളിച്ച് വൃത്തിയായി പഴയതുപോലെ വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ടു. എന്നിട്ട് കഥകളെല്ലാം പൂട്ടി. ഇപ്പോൾ വെളിയിൽ കനത്ത മഴയായിരുന്നു. ആ മഴയൊന്നും വക വയ്ക്കാതെ അയാൾ സ്പീഡിലൊരൊറ്റ നടത്തമാണ് ആ ഇരുട്ടത്തുകൂടി നടന്ന് നേരെ പോയത് ഒരു കൊക്കയുടെ അരിയിലേക്കാണ്. അവിടെ നിന്നും താഴോട്ട് ചാടി ജീവൻ ഒടുക്കാനായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷേ അയാളുടെ ഭാഗ്യക്കേടിന് പോലീസ് തക്ക സമയത്ത് അവിടെ എത്തി മാരിയപ്പനെ കൈയോടെ പൊക്കി. വെളുപ്പിന് വീടെത്തിയ ഇളയ മകൻ മണികണ്ഠൻ വന്ന് കാണുന്നത് അച്ഛൻ്റെ അമ്മയുടെ മുറി പൂട്ടിയിട്ടിരിക്കുന്നതാണ്. സാധാരണ അമ്മ മക്കൾ വെളുപ്പിന് വന്നാൽ ഉണർന്നെഴുന്നേറ്റ് വരും. ഇന്ന് അമ്മയുടെ ഒരു അനക്കവും ഇല്ല. പലതവണ വിളിച്ചിട്ടും അമ്മ വിളിയും കേൾക്കുന്നില്ല. അപ്പം അകത്ത് അമ്മ ഉണ്ട്, പക്ഷെ പൂട്ടിയിരിക്കുകയാണ് റൂം. ഒടുവിൽ ആ പയ്യൻ ജനാല വഴി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അമ്മ ചോരയെ കുളിച്ച് കിടക്കുന്നതാണ്. ഉടൻ തന്നെ ഹൗസ് ഓണറായ മോഹനെ വിളിച്ച് അയാളുടെ വീട്ടിലെ സ്പെയർ കീ ഉപയോഗിച്ചിട്ട് തന്നെ ആ റൂം തുറന്നു. ആ റൂം തുറന്നിട്ട് ഇവർ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ചെയ്തത്. ഫോർട്ട് പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും കോടതിയിൽ ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. മക്കൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് അച്ഛനെതിരെ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾ രണ്ടുപേരുടെയും അച്ഛനെതിരായുള്ള സ്ട്രോങ് ആയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.